ഹലോ, ഹാപ്പി ഓണം. അപ്പോൾ നാട്ടിൽ നിന്ന് മമ്മിയും അനിയത്തിയും വന്നിട്ടുണ്ട്. കേരള ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തലയിൽ തേക്കാൻ വേണ്ടിയുള്ള എണ്ണ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. മന്തിയുടെ ഐറ്റംസാണ്. പിന്നെ ജാജീര, പിന്നെ മിക്സർ, പല ഐറ്റംസ് മിക്സറും ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം, 2 ഐറ്റംസ് ഈത്തപ്പഴം കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ട്രഡീഷണൽ മിഠായിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ പപ്പടം, ചിക്കൻ മസാല തേച്ചിട്ട് ഹാഫ് വേവിൽ ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ. അന്ന് രാത്രി കപ്പയും നല്ല ചമ്മന്തിയായിരുന്നു, ചിക്കൻ കറിയും. പിന്നെ പിറ്റേന്ന് മന്തി ഉണ്ടാക്കി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. 2 കുർത്തികളും ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ നമ്മുടെ ഓണത്തിന് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പൂക്കൾ, പച്ചക്കറികൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിറ്റേന്ന് ഓണമായി. ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഹാപ്പി ഓണം എല്ലാവർക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ പൂക്കളം, ഞങ്ങളെല്ലാവരും കൂടെ ഇട്ടതാണ്. പിന്നെ നമ്മുടെ ഓണസദ്യ, ഇതെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം നല്ല അടിപൊളി സാരിയൊക്കെ ചുറ്റി ഇതേ ഞങ്ങൾ ഓണസദ്യ ഉണ്ടാക്കിയത് വിളമ്പുവാണ്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് നല്ല ഒരു നമ്മുടെ നാടൻ ട്രഡീഷണൽ ചോറും അവിയലും സാമ്പാറും പച്ചടിയും എല്ലാം കഴിക്കുന്നത്. ഇവിടെ അങ്ങനെ വല്ലാതെ ഒന്നും കിട്ടില്ല. ബാംഗ്ലൂരിൽ ഒരാൾക്ക് ഓണസദ്യയൊക്കെ കഴിക്കാൻ 500-600 രൂപയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനേക്കാളും നല്ലത് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് തോന്നി. നമുക്ക് ആവോളം കഴിക്കാം, പിന്നെ സമാധാനത്തോടെ കഴിക്കാം, ആഘോഷിക്കുകയും ചെയ്യാം. വയനാട്ടിലെ സിറ്റുവേഷൻ കാരണം പലയിടത്തും ഓണമൊന്നുമില്ല. നമ്മുടെ കേരളം വളരെയധികം ഒരു വിഷമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ അത്രയ്ക്ക് വലിയ സന്തോഷത്തോടെ അല്ല എങ്കിലും ഹാപ്പി ഓണം എല്ലാവർക്കും. സാമ്പാറും രസം ഒക്കെ കൂട്ടി ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പായസവും പപ്പടവും പഴം ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. ഇവിടെ ഓണം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് പിന്നീട് വൈകുന്നേരമായപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഇന്നലത്തെ ഓണം അങ്ങനെ അടിച്ചു പൊളിച്ചു. മമ്മിയും അനിയത്തിയും ഒരാഴ്ചത്തേക്ക് വന്നതാണ്. അവർ ശനിയാഴ്ച പോവും. അതുവരെ മമ്മിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് പ്ലാനിങ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു, ജോബ് ചേഞ്ച് ആയതുകൊണ്ട്. ബട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഫ്രിഡ്ജ് കേടുവന്നു. ഫ്രിഡ്ജ് നമ്മൾ മാറ്റി. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. സോ ഹാപ്പി ഓണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.